കൂട്ടേ കൂട്ടേ നല്ലോണം കൂട്ടേ കേൾക്കാൻ സൗണ്ട് വേണം പുറത്ത് കേൾക്കാണ്ട് പിന്നെ തേങ്ങ ഇങ്ങനെ അട്ടി കിട്ടാൻ തിലക്കണം ഇവിടെ ഫുള്ള് അലക്കണം ഇങ്ങനെ ഇങ്ങനെ വിവർപ്പ് വരണം മനസ്സിലായ പിന്നെ എന്തിനാ അവിടെ തൊണ്ട പൊട്ടി ഞാൻ അവിടുന്ന് പാടുന്നത് എന്തിനാണോ അല്ല പിന്നെ ഒരു മോട്ടറും ഇല്ല തെങ്ങനെ കൂട്ടാനൊന്നും പറഞ്ഞിട്ട് അവന് കൂട്ടുന്നില്ല കൂട്ടാൻ ഞാൻ തിരുക്കി തിരുക്കി തേങ്ങയിലൊരു അതാ പെപ്സി. പെപ്സി എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന സാധനല്ലേ അതെ പെപ്സി. ഇത് ഇവന് പെപ്സി എന്ന് ഇവന്റെ പേരിട്ടതാ. സ്റ്റൈൽ ഉണ്ടാക്കട്ടെ ഗുമ്മുണ്ടാവല്ലോ. സത്യത്തിൽ പെപ്സി അങ്ങനെ എന്തോ ഒരു പേരാണ്. പ്രാവിനെ പോയിട്ടുള്ള ചങ്ങായിയല്ലേ ഇവൻ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരനാ. പാട്ട് ഏത് ഫേമസ് ആയി ഭയങ്കര റാപ്പ് പാട്ടുകാരനല്ലേ. ഭയങ്കര അടിച്ചുപൊളി. കണ്ടു കഴിഞ്ഞാൽ ആരാ പുല്ലും വെള്ളമാണ്. എമ്മാൾ ഓനെ തലയേതാ ഓന്റെ കൈ ഏതാ ഓനെന്നെ മനസ്സിലായി മരുന്നടിച്ചിട്ട്. ഇതല്ല ഈ ലുക്കിലുണ്ടെങ്കില് പുതിയ യൂത്ത് ഉണ്ടല്ലോ പരിപാടി കാണാൻ പറ്റുള്ളൂ. അത് ശരി. ചീത്ത അറിയുന്നു. ചീത്ത പറയാണെങ്കിൽ രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സൗണ്ടുകാരന്റെ സൗണ്ട് ചെക്ക് ചെയ്ത് എടുക്കണേ. സൗണ്ടുകാരനെ ചീത്ത അറിയാ. സൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലോ എനിക്ക് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. സൗണ്ടുകാരനോട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവൻ സൗണ്ടിന് ആയിട്ട് എന്ത് ബന്ധമല്ല. ഇവൻ തൊള്ള തുണ്ടനക്കാനല്ലേ ഉള്ളൂ. പാട്ട് പാടിന് ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ച പാട്ടല്ലേ. അതുണ്ട്. എന്നാലും സൗണ്ട് ചെക്ക് ചെയ്ത് നമ്മളൊരു ഫോർമാലിറ്റീസ് കാണിക്കണല്ലോ. അത് റെക്കോർഡ് ഡാൻസ് കളിക്കാനായി കാണിക്കില്ല. അത് റെക്കോർഡ് വെക്കാന്ന് ചുണ്ടനക്കാം. ഇങ്ങനത്തെ പല ആൾക്കാർ എല്ലാരും ഇല്ല. ചില ആൾക്കാരൊക്കെ അനിയാ ചുണ്ടനക്കാൻ എന്നിട്ട് പാട്ട് കഴിയുന്ന ആൾക്കാർ ലൈവ് പെട്ടോണല്ലേ പോലും. ഈ ടൈപ്പാണ്. അതല്ലാണ്ട് ഔട്ട് പോവാൻ പറ്റാ. തൊണ്ട പണിയായി പോവില്ലേ. ഇതിന്റെ സൗണ്ടുകാരനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് അവന് പാതി രക്ഷപ്പെടാലോ. ചില ആൾക്കാർക്ക് പാട്ട് നന്നായില്ലെങ്കിൽ സൗണ്ടുകാരനെ കുറ്റം പറയാം. സൗണ്ട് പോരാ. ആദ്യം വേണ്ട ഓന്റെ തൊണ്ടയിലെ സൗണ്ട് നന്നാക്കണം. എന്നിട്ട് തൊണ്ടയിലെ മറ്റേ സൗണ്ടിലെ ആൾക്കാർ ചീത്ത അറിഞ്ഞാൽ മതി. അപ്പൊ ഇത് പകുതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് സൗണ്ടുകാരന്റെ മണ്ടക്ക് വെക്കല്ലോ. അതാണ് ഇന്റെ കുഴപ്പമില്ല. നമ്മൾ പറയണെന്താ പറയാ, ആദ്യം കലാകാരന്മാര് വേണ്ടത് പരസ്പരം ബഹുമാനിക്കാൻ പറ്റും. അത് വേണം. വേണ്ടേ? ഈ സൗണ്ടുകാരനെ ചെന്നുകൊണ്ട് ആദ്യം ബഹുമാനിക്കണ്ടോ. കാരണം ജോലിയില്ലെങ്കിൽ ഇവരില്ല. ഒരു പ്രസംഗിക്കാൻ ആളായാലും പോട്ടെ. പ്രസംഗിക്കാൻ മൈക്ക് വേണ്ടേ? ഗാനമേളയ്ക്ക് മൈക്ക് വേണ്ടേ? എല്ലാത്തിനും വേണം. പോട്ടെ, പ്രസംഗിക്കുന്ന ആൾക്കാർ മൈക്കിനോട് ചൂടാവുന്ന ആൾക്കാരാവിടെ. മൈക്ക് എന്തോ കുറ്റം ചെയ്താൽ മൈക്കിന് കുറ്റം ചെയ്താൽ മൈക്കിനോട് എന്താണ്ടാ ഈ ആരാണ്ടാന്നൊക്കെ മൈക്കിനോട് ചൂടാവുന്ന ആൾക്കാർ എവിടെ കേട്ടിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ സൗണ്ട് വേറൊരു കാര്യമുണ്ട്. ഇതൊരു വലിയ ഗാനമേള മറ്റേ പരിപാടിയൊക്കെ നിങ്ങൾ ഗാനമേള നട്ടൊരു മഴയോ കാറ്റോ ഇടിയോ വന്നു കഴിഞ്ഞാല് നിങ്ങൾ പരിപാടിയും കഴിഞ്ഞ് നിങ്ങളെ പൈസയും മേടിച്ച് നിങ്ങൾ വീട്ടിൽ പോകും. ഈ സൗണ്ടുകാരുടെ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആരും ചിന്തിച്ചിരിക്കണം. ഇല്ല. കാരണം ഐറ്റിങ്ങൾ താർപ്പായി കെട്ടി ഓരോ വണ്ടിയിൽ ഓരോന്ന് കയറ്റി എങ്ങനെയും കേടി വരാതെ വീട്ടിൽ അല്ലെ പല പീടികയിൽ എത്തിക്കാൻ എത്ര വിഷമമുണ്ടല്ലോ. അപ്പോഴേക്ക് അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഓർക്ക് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് കരാറ് പ്രകാരം പൈസ ഇട്ടുള്ളൂ. കമ്മിറ്റിക്കാർ കൊടുക്കുക. ഇവര് വരാൻ ഒരു മണിക്കൂർ മുന്നേ അവർക്ക് പൈസ വേണം. അഗ്രിമെന്റ് ഇല്ലെങ്കിൽ സ്റ്റേജിൽ കയറൂലാന്ന്. സൗണ്ടുകാർ അങ്ങനെ പറയല്ലോ. നമുക്ക് ഒരു മണിക്കൂർ മുന്നേ പൈസ ഇട്ടില്ലേ ഞാൻ സൗണ്ട് ഓൺ ചെയ്യൂലാന്ന്. ഐറ്റിങ്ങൾ പാവാണ്. പാട്ടുകാർ പാവാണോ പാവല്ലേ അതിനല്ലേ ഞാൻ പറഞ്ഞു. കുറ്റപ്പെടുത്തരുത്. ഇങ്ങനത്തെ കുറെ വക്ക് കൊട്ടിയിട്ടിങ്ങൾ വന്നിങ്ങാണ്ട് ഇങ്ങനെ കുറെ അൽക്കുലത്ത് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ആഴ്ചകൾ ചവിട്ടി ഇങ്ങളെ പോലുള്ള സമൂഹത്തിലുള്ള കുറെ ാണ് ഇവനെ പോലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ 4 ആള് കാണാൻ വരുള്ള പരിപാടി. കാര്യങ്ങൾ മനസ്സിലാക്കി വേറെ ഒന്നല്ല. നിങ്ങൾ ഇപ്പൊ യേശുദാസ് ആയാലും ജയചന്ദ്രൻ ആയാലും മുഹമ്മദ് റാഫി ആയാലും ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ സൗണ്ടുകാരനെ ബഹുമാനിക്കാൻ പറ്റണം. ബഹുമാനിച്ചിട്ടില്ലെങ്കിലേ ഈ സൗണ്ടുകാരന്റെ സൗണ്ട് നിങ്ങൾ പുറത്തേക്ക് നിങ്ങളെ തൊണ്ടയിലുള്ള സൗണ്ട് ഒന്നും പുറത്തേക്ക് കേൾക്കൂല. വീട്ടിൽ കുത്തിരുന്ന് പാടേ സൗണ്ടുകാരൻ വിചാരിച്ചാൽ. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക മൂപ്പര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക. പോക്കർക്കാന്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെൽത്താൻ സ്പൈസസ് വീട്ടിലെത്തും. ഒരു കുടിൽ വ്യവസായ സംരംഭം. വാട്സപ്പിൽ ഓർഡർ ചെയ്യൂ 9188685700.